ഏലത്തോട്ടത്തിലും ഇത് കണ്ടുവരുന്നുണ്ടോ? നിങ്ങളുടെ ഏലച്ചെടിയും ബ്ലേഡ് കൊണ്ട് വെട്ടിയിട്ടതുപോലെ താഴോട്ട് വീഴാറുണ്ടോ? അതെ, ഏലത്തോട്ടത്തിലെ തട്ടമറിച്ചിൽ ഇതിനു പിന്നിലും ഒരു വലിയ ശത്രുവുണ്ട്. ഒന്നാമത്തേതായി റൈസെക്ടോണിയ. ഇതാണ് വേനൽക്കാലത്ത് വരുന്ന വില്ലൻ. അതായത് റൈസെക്ടോണിയ കൂടുതലായും കാണപ്പെടുന്നത് വേനൽക്കാലത്താണ്. തട്ടകൾ പെട്ടെന്നായി നിലത്ത് വീഴും. അധിക ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തട്ട ബ്ലേഡ് കൊണ്ട് വെട്ടിയിട്ടതുപോലെ നിലത്ത് വീണു കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നു എങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക അത് റൈസെക്ടോണിയ മൂലമാണ്. വേനൽക്കാലത്താണ് റൈസെക്ടോൺ കൂടുതൽ കാണപ്പെടുന്നത്. രണ്ടാമതായി പൈത്യം. ഇവ മഴക്കാലത്താണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇവ കൂടുതൽ ബാധിക്കുന്നത് കിഴങ്ങിനെയാണ്. പൈത്യം കിഴങ്ങിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കിഴങ്ങുകളിൽ ഒരു ചുവപ്പ് നിറം വരികയും പിന്നീട് അത് ചീഞ്ഞൊലിക്കാൻ കാരണമാവുകയും ചെയ്യും. ഇത് നമ്മുടെ വിളവിനെ നല്ല രീതിയിൽ ബാധിക്കും. നമ്മുടെ ഏലത്തോട്ടത്തിൽ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. ഒരു തട്ട ഒടിഞ്ഞു വീഴുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് മാസങ്ങളുടെ അധ്വാനമാണ്. നമുക്കൊരുമിച്ച് കൃഷി ചെയ്യാം കാർത്യായനിക്കൊപ്പം. കാർത്യായനി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ഏലത്തോട്ടത്തെ തട്ടമറച്ചിൽ നിന്നും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു 2 മരുന്നുകൾ. ഏലത്തോട്ടങ്ങളിലെ തട്ടമറച്ചിൽ അല്ലെങ്കിൽ ഫ്യൂസേറിയം വിൽറ്റ് ഇവയെല്ലാം മാറാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ 2 ഫലപ്രദമായ മരുന്നുകൾ. ഒന്നാമത്തേതായി കാർത്യാനിയുടെ അസോഡെർമ. ഇതിൽ അസോക്സിസ്ട്രോബിൻ 18.2%, ഡൈഫിനോകൊനോസോൾ 14.4% അടങ്ങിയിരിക്കുന്നുണ്ട്. അടുത്തതായി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത്. 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി അല്ലെങ്കിൽ 200 ലിറ്റർ വെള്ളത്തിൽ 200 മില്ലി എന്ന അളവിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. രണ്ടാമത്തേതായി ഡോക്ടർസോൾ. ഇതിലടങ്ങിയിരിക്കുന്നത് അസോക്സിസ്ട്രോബിൻ 11%, ടെബുകോണസോൾ 18.30%. ഇവ ഏലത്തിന് മികച്ച സംരക്ഷണം നൽകുന്നു. ഇതും നിങ്ങൾക്ക് 1 ലിറ്റർ 1 ml എന്ന രീതിയിലും അല്ലെങ്കിൽ 200 ലിറ്റർ പെർ 200 ml എന്ന രീതിയിലും യൂസ് ചെയ്യാം. ഫ്യൂസേറിയം വിൽറ്റ് അല്ലെങ്കിൽ തട്ടമറച്ചിൽ ഇതിന്റെ കാര്യത്തിൽ സമയം ഏറ്റവും പ്രധാനമാണ്. ചെടി നട്ടതിനു ശേഷം ആദ്യ 20 മുതൽ 30 ദിവസം വളരെ നിർണായകമാണ്. ഈ സമയത്ത് മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് പെട്ടെന്ന് തടയാം. ആദ്യ ലക്ഷണമായി കാണപ്പെടുന്നത് ചെടി വാടൽ, ഇലകൾ മഞ്ഞയാകൽ ഇതെല്ലാമാണ്. പിന്നെ 10-15 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാം. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മറക്കല്ലേ, ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ രോഗം നമുക്ക് പെട്ടെന്ന് തടയാം. നിങ്ങളുടെ ഏലത്തോട്ടത്തിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തും തന്നെ ആവട്ടെ, നിങ്ങൾക്കത് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. ഈ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്കത് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.